ധർമ്മം വന്നാശ്രമാണാം ശ്രുതിപദവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോ ധർമ്മിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തി സത്താ സ്ഫൂർത്തി പ്രിയാത്വാത്മക അഖില പദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം ജ്ഞാനം കർമാ വിഭക്തി ത്രിദയമിഹ ഭവത്പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേ ജ്ഞാനയോഗേധികാര സക്താനാം കർമ്മയോഗ ത്വയി വിനിഹിതോ യേതു നാത്യന്തസക്ത നാപ്യത്യന്തം വിരക്ത ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാ. ശ്ലോകം 3. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവോന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തേ സത്താ സ്ഫൂർത്തി പ്രിയത്വാത്മകം അഖില പദാർത്ഥേഷു ഭിന്നേഷഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. ശ്രുതിപഥവിഹിതം വേദമാർഗങ്ങൾ വിധിക്കുന്ന വർണ്ണാശ്രമാണാം വർണ്ണാശ്രമങ്ങളുടെ ധർമ്മത്തെ ഭക്ത്യാ ത്വത്പരത്വേന കുർവന്ത ഭക്തിയോടെ നിന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർ വിരാഗേ വികസതി ഉള്ളിൽ വൈരാഗ്യം വികസിക്കുമ്പോൾ ശനകൈ സാവധാനത്തിൽ അല്ലെങ്കിൽ ക്രമമായിട്ട് സന്ധ്യജന്ത ഉപേക്ഷിക്കുന്നവരായിട്ട് സത്ത സ്ഫൂർത്തി പ്രിയത്വം സത്ത ഉണ്മ സ്ഫൂർത്തി ജ്ഞാനം പ്രിയത്വം പ്രിയമുള്ള അവസ്ഥ ആനന്ദം സച്ചിദാനന്ദ സ്വരൂപം ഭിന്നേഷു ഭിന്നങ്ങളായ അഖില പദാർത്ഥേഷു എല്ലാ വസ്തുക്കളിലും അഭിന്നം വേറെയല്ലാത്തതും നിർമൂലം മറ്റൊരു ഹേതുവില്ലാത്തതും വിശ്വമൂലം വിശ്വത്തിന് തന്നെ കാരണമായതും വിശുദ്ധം വിശേഷേണ ശുദ്ധവും പരമം ഏറ്റവും ശ്രേഷ്ഠവും അഹം ഇതി ഞാൻ എന്നുള്ള ത്വദ്വിഭൂതം നിന്നെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ലഭന്തേ കിട്ടുന്നു. ശ്രുതിപദവിഹിതമായ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് ഇന്ന് പ്രസക്തി മിക്കവാറും ഇല്ല. ഓരോരുത്തരും എത്തിച്ചേരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ചുമതലകൾ എന്ന് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ജന്മം കൊണ്ടോ അഭ്യാസം കൊണ്ടോ വിധിപ്രേരിതമായ സാഹചര്യം കൊണ്ടോ വ്യക്തിക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ചുമതലകളും കടമകളും എന്തുതന്നെയായാലും ഭഗവത് ഭക്തിയോടെ ഭഗവാനത്തിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് ഫലത്തെക്കുറിച്ച് വ്യാകുലയില്ലാതെ അനുഷ്ഠിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സാവധാനത്തിൽ മനസ്സിൽ വിരക്തി രൂപം കൊള്ളും. വൈരാഗ്യം മനസ്സിൽ വളരുന്നതോടൊപ്പം താൻ സ്വീകരിക്കേണ്ടി വരുന്ന ധർമ്മചരണം ക്രമമായി നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ കാമ്യകർമ്മങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. വിരക്തി മനസ്സിൽ വളർന്നതിന് ശേഷമേ കർമ്മങ്ങളെ ഉപേക്ഷിക്കാവൂ. ലൗകികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ധർമ്മങ്ങളിൽ നിന്ന് പിന്മാറുന്നത് അവനവനെയും മറ്റും വഞ്ചിക്കലാണ്. ഇപ്പം വിഷയാസക്തിയും കർമ്മഭാരവും ഒഴിഞ്ഞ മനസ്സിൽ പരമവും വിശുദ്ധവും അത് ഞാൻ തന്നെ എന്നുള്ളതുമായ ഭഗവത് ബോധം ഉണ്ടാകുന്നു. ബ്രഹ്മത്തെ ഞാൻ എന്നറിയുന്ന വിശിഷ്ട ജ്ഞാനമാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം. അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ആവിഷ്കൃതമായ സനാതന സത്യമാണ് ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ശ്ലോകം 4. ജ്ഞാനം കർമാഭി ഭക്തി ത്രിദയമിഹ ഭവത് പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാര സക്താനാം കർമ്മയോഗ ത്വയി വിനിഹിതോ ഏതു നാത്യന്തസക്ത നാപ്യത്യന്തം വിരക്ത ത്വയി ച ധൃതരസ ഭക്തിയോഗോ ഹ്യമീഷാം. ഇവിടെ ഈ ലോകത്തിൽ ജ്ഞാനവും കർമ്മവും ഭക്തിയും
ത്രിതയം 3 ഭവത് പ്രാപകം നിന്നെ പ്രാപിക്കുന്നവ ആകുന്നു. തത്ര താവത് അവയിലാകട്ടെ ഇഹ ഇവിടെ അശേഷേ വിഷയെ എല്ലാ വിഷയങ്ങളിലും നിർവിണ്ണാനാം വിരക്തിയുള്ളവർക്ക് ജ്ഞാനയോഗത്തിൽ അധികാരാ ഭവേത് അധികാരം ഭവിക്കും. സക്താനാം ശക്തിയുള്ളവർക്ക് ത്വയി വിനിഹിത നിന്നിൽ അർപ്പിക്കപ്പെട്ട കർമ്മയോഗം ഭവിക്കും. ഏവരാണോ അത്യന്തസക്ത അത്യന്തം ആസക്തിയില്ലാതെയും അത്യന്തം വിരക്തന്മാരുമല്ലാത്തവരായിട്ട് ത്വയി ധൃതരസ നിന്നിൽ ധരിക്കപ്പെട്ട രസത്തോടു കൂടിയവരായിരിക്കുന്നു. അമീഷാം ഇഹ ഇവർക്ക് തന്നെയാണ് ഭക്തിയോഗം. ഭഗവത് പ്രാപ്തിക്ക് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്ന 3 മാർഗങ്ങളുണ്ട്. ഓരോന്നിനും അധികാരികളായവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ലൗകികമായ വിഷയങ്ങൾ ഇന്ദ്രിയ കാമനകളെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. താൽക്കാലികമായ സുഖം അവയിൽ നിന്നുണ്ടായെന്നും ഇല്ലെന്നും വരാം. സുഖങ്ങളിൽ ആസക്തി ഇല്ലായ്മയാണ് വിരക്തി. വിരക്തിയുള്ളവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സുഖദുഃഖങ്ങളിൽ ഭ്രമമുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവരാണ് ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ അർഹതയുള്ളവർ. വിരക്തരാകാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അധിക പേരും വിഷയാസക്തരാണ്. അങ്ങനെയുള്ളവർക്കും ഭഗവത് പ്രാപ്തിക്ക് അവകാശവും അർഹതയുമുണ്ട്. ഒരു കണക്കിന് ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് ആസക്തി ഉള്ളവരാണ് കാരണമെന്നും വാദിക്കാം. അനാസക്തരാകാൻ കഴിവോ ഭാഗ്യമോ ഇല്ലാത്തവർക്കാണ് കർമ്മയോഗം വിധിച്ചിട്ടുള്ളത്. അത്യന്തം സക്തരോ അത്യന്തം അസക്തരോ അല്ലാത്ത ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അവരിൽ ഒരു വിഭാഗം ഭഗവൻ നാമങ്ങൾ സ്മരിക്കുന്നതിലും അവതാരലീലകൾ കീർത്തിക്കുന്നതിലും ഭഗവാനെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലും രസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള വഴി ഭക്തി യോഗമാണ്.